ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കുന്നത് ന്യായാധിപന്മാർ 14-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ സാംസൺ തിമ്നായിലെ സ്ത്രീയെ കാണുന്നതും അവരുടെ വിവാഹവുമാണ് പ്രതിപാദിക്കുന്നത്. കൂടാതെ ഒരു സിംഹത്തെ സാംസൺ കൊല്ലുന്നതും നാം കാണുന്നു. സാംസൻ്റെ മാതാപിതാക്കൾ ഫിലിസ്ത്യ യുവതിയുമായുള്ള വിവാഹത്തെ എതിർക്കുന്നു. പക്ഷേ അത് കർത്താവിൻ്റെ ഹിതം ആയിരുന്നെന്ന് അവർ അറിഞ്ഞില്ല. ഈ വിവാഹം ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സ്നേഹ ഈശോയെ, എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കാനും അത് കണ്ടെത്തി പ്രാവർത്തികമാക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1. ന്യായാധിപന്മാർ അധ്യായം 14-ന്റെ തലക്കെട്ട്. ഓപ്ഷൻ എ, സാംസന്റെ ജനനം. ഓപ്ഷൻ ബി, സാംസന്റെ വിവാഹം. ഓപ്ഷൻ സി, സാംസനും ദലീലയും. ശരി ഉത്തരം ഓപ്ഷൻ ബി, സാംസന്റെ വിവാഹം. 2. സാംസൺ എവിടെ വെച്ചാണ് ഫിലിസ്തീ യുവതിയെ കണ്ടത്? ഓപ്ഷൻ എ, തിമ്ന. ഓപ്ഷൻ ബി, ഗാസ. ഓപ്ഷൻ സി, ലേഹി. ശരി ഉത്തരം ഓപ്ഷൻ എ, തിമ്ന. 3. ന്യായാധിപന്മാർ 14:2 സാംസൺ തിമ്നായിൽ വെച്ച് കണ്ട ഫിലിസ്തീ യുവതിയെ വിവാഹം ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടത് ആരോടാണ്? ഓപ്ഷൻ എ, ബന്ധുക്കളോട്. ഓപ്ഷൻ ബി, പുരോഹിതനോട്. ഓപ്ഷൻ സി, മാതാപിതാക്കളോട്. ശരിയുത്തരം ഓപ്ഷൻ സി, മാതാപിതാക്കളോട്. 4. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? മാതാപിതാക്കളുടെ ഈ ചോദ്യത്തിന് സാംസന്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ, അവളെ എനിക്ക് തരിക. ഓപ്ഷൻ ബി, അവളെ എനിക്കിഷ്ടപ്പെട്ടു. ഓപ്ഷൻ സി, അവളെ എനിക്ക് തരിക, അവളെ എനിക്കിഷ്ടപ്പെട്ടു. ശരി ഉത്തരം ഓപ്ഷൻ സി, അവളെ എനിക്ക് തരിക, അവളെ എനിക്കിഷ്ടപ്പെട്ടു. 5. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് സാംസന്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല. ഏത്? ഓപ്ഷൻ എ, സാംസന്റെ വിവാഹം. ഓപ്ഷൻ ബി, സാംസൺ ഫിലിസ്തീ യുവതിയെ വിവാഹം കഴിക്കുന്നത്. ഓപ്ഷൻ സി, ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, സാംസൺ ഫിലിസ്തീ യുവതിയെ വിവാഹം കഴിക്കുന്നത്. 6. ഫിലിസ്ത്യർക്കെതിരായി അവസരം പാർത്തിരിക്കുകയായിരുന്നതാര്? ഓപ്ഷൻ എ, കർത്താവ്. ഓപ്ഷൻ ബി, സാംസൺ. ഓപ്ഷൻ സി, മനോവ. ശരി ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. 7. കർത്താവ് ഫിലിസ്ത്യർക്കെതിരായി അവസരം പാർത്തിരുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നതുകൊണ്ട്. ഓപ്ഷൻ ബി, ഫിലിസ്ത്യർ ഇസ്രായേലിനെ ഞെരുക്കിയതുകൊണ്ട്. ഓപ്ഷൻ സി, ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നതുകൊണ്ട്. 8. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടി തിമ്നായിലേക്ക് പോയപ്പോൾ എവിടെ വെച്ചാണ് ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നത്? ഓപ്ഷൻ എ, വഴിയിൽ. ഓപ്ഷൻ ബി, വയലിൽ. ഓപ്ഷൻ സി, മുന്തിരിത്തോപ്പിൽ. ശരി ഉത്തരം ഓപ്ഷൻ സി, മുന്തിരിത്തോപ്പിൽ. 9. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. അധ്യായം വാക്യം. ഓപ്ഷൻ എ, ന്യായാധിപന്മാർ 14:7. ഓപ്ഷൻ ബി, ന്യായാധിപന്മാർ 14:6. ഓപ്ഷൻ സി, ന്യായാധിപന്മാർ 14:19. ശരി ഉത്തരം ഓപ്ഷൻ ബി, ന്യായാധിപന്മാർ 14:6. 10. ന്യായാധിപന്മാർ 14:6 എന്തുകൂടാതെയാണ് ആട്ടിൻകുട്ടി എന്ന പോലെ സാംസൺ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഓപ്ഷൻ എ, വാൾ. ഓപ്ഷൻ ബി, കുന്തം. ഓപ്ഷൻ സി, ആയുധം. ശരി ഉത്തരം ഓപ്ഷൻ സി, ആയുധം. 11. ന്യായാധിപന്മാർ 14:6 സാംസൺ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല എന്ന് പറയുന്നു. ഏതു കാര്യം? ഓപ്ഷൻ എ, സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത്. ഓപ്ഷൻ ബി, ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത്. ഓപ്ഷൻ സി, ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത്. 12. ന്യായാധിപന്മാർ 14:7 സാംസൺ ആരോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ, ഫിലിസ്ത്യരോട്.
ഓപ്ഷൻ ബി ആ സ്ത്രീയോട്, ഓപ്ഷൻ സി മാതാപിതാക്കളോട്. ശരിയുത്തരം ഓപ്ഷൻ ബി ആ സ്ത്രീയോട്. 13. ന്യായാധിപന്മാർ 14:8 കുറച്ചുനാൾ കഴിഞ്ഞ് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ സാംസൺ വഴിമധ്യേ തിരഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ ആ സിംഹത്തിൻ്റെ ശരീരം, ഓപ്ഷൻ ബി ആ സിംഹത്തിൻ്റെ ഉടൽ, ഓപ്ഷൻ സി ആ സിംഹത്തിൻ്റെ എല്ലിൻകൂട്. ശരിയുത്തരം ഓപ്ഷൻ ബി ആ സിംഹത്തിൻ്റെ ഉടൽ. 14. ന്യായാധിപന്മാർ 14:9 സിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് സാംസൺ അടർത്തിയെടുത്തത് എന്താണ്? ആർക്കൊക്കെ കൊടുത്തു? ഓപ്ഷൻ എ തേൻകൂട് ആ സ്ത്രീക്ക്, ഓപ്ഷൻ ബി തേൻ ആ സ്ത്രീക്ക്, ഓപ്ഷൻ സി തേൻകൂട് മാതാപിതാക്കൾക്കും കൊടുത്തു. ശരിയുത്തരം ഓപ്ഷൻ സി തേൻകൂട് മാതാപിതാക്കൾക്കും കൊടുത്തു. 15. എന്താണ് സാംസൺ മാതാപിതാക്കളോട് പറയാതിരുന്നത്? ഓപ്ഷൻ എ സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന്, ഓപ്ഷൻ ബി ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന്, ഓപ്ഷൻ സി തേൻ എവിടെ നിന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന്. 16. ന്യായാധിപന്മാർ 14:9 എന്താണ് സാംസണിൻ്റെ മാതാപിതാക്കൾ ഭക്ഷിച്ചത്? ഓപ്ഷൻ എ മുന്തിരി, ഓപ്ഷൻ ബി തേൻ, ഓപ്ഷൻ സി അട. ശരിയുത്തരം ഓപ്ഷൻ ബി തേൻ. 17. ന്യായാധിപന്മാർ 14:10 ആരാണ് യുവതിയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി യുവാക്കന്മാർ, ഓപ്ഷൻ സി സാംസണിൻ്റെ പിതാവ്. ശരിയുത്തരം ഓപ്ഷൻ സി സാംസണിൻ്റെ പിതാവ്. 18. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു എങ്ങനെ? ഓപ്ഷൻ എ വീഞ്ഞ് സത്കാരം നടത്തുക, ഓപ്ഷൻ ബി വിരുന്ന് സത്കാരം നടത്തുക, ഓപ്ഷൻ സി വിരുന്ന് നടത്തുക. ശരിയുത്തരം ഓപ്ഷൻ സി വിരുന്ന് നടത്തുക. 19. സാംസനെ കണ്ടപ്പോൾ അവിടത്തുകാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30. ശരിയുത്തരം ഓപ്ഷൻ സി 30. 20. സാംസൺ കടങ്കഥ പറയും. അതിൻ്റെ ഉത്തരം വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 9. ശരിയുത്തരം ഓപ്ഷൻ ബി 7. 21. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ എത്ര ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരണം എന്നാണ് സാംസൺ ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 30. ശരിയുത്തരം ഓപ്ഷൻ സി 30. 22. സാംസൺ പറഞ്ഞ കടങ്കഥ എന്തായിരുന്നു? ഓപ്ഷൻ എ ഭോക്താവിൽ നിന്ന് ഭോജനം പുറപ്പെട്ടു, ഓപ്ഷൻ ബി മല്ലനിൽ നിന്നും മാധുര്യം പുറപ്പെട്ടു, ഓപ്ഷൻ സി ഭോക്താവിൽ നിന്ന് ഭോജനവും മഞ്ഞളിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ശരിയുത്തരം ഓപ്ഷൻ സി ഭോക്താവിൽ നിന്ന് ഭോജനവും മല്യനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 23. എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 പറയുന്നത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ശരിയുത്തരം ഓപ്ഷൻ ബി 3. 24. എത്രാം ദിവസമാണ് സാംസന്റെ ഭാര്യയോട് അവർ നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5. ശരിയുത്തരം ഓപ്ഷൻ ബി 4. 25. ന്യായാധിപന്മാർ 14:15 പറഞ്ഞില്ലെങ്കിൽ കുടുംബത്തോടെ ചുട്ടരിക്കും നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? ഓപ്ഷൻ എ നശിപ്പിക്കാനോ, ഓപ്ഷൻ ബി അവഹേളിക്കാനാണോ, ഓപ്ഷൻ സി ദരിദ്രരാക്കാനാണോ? ശരിയുത്തരം ഓപ്ഷൻ സി ദരിദ്രരാക്കാനാണോ? 26. ന്യായാധിപന്മാർ 14:16 സാംസന്റെ ഭാര്യ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൽ ആദ്യത്തെ കാര്യം? ഓപ്ഷൻ എ എന്നെ സ്നേഹിക്കുന്നില്ല,
ഓപ്ഷൻ ബി എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി നിനക്ക് എന്നോട് വെറുപ്പാണ്. ശരിയുത്തരം ഓപ്ഷൻ സി നിനക്ക് എന്നോട് വെറുപ്പാണ്. 27 സാംസന്റെ ഭാര്യ വിരുന്ന് അവസാനിക്കുന്ന എത്രാം ദിവസം വരെ കേണു ചോദിച്ചു. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 7. ശരിയുത്തരം ഓപ്ഷൻ സി 7. 28 അവളുടെ ഡാഷ് മൂലം അവൾക്ക് അത് വെളിപ്പെടുത്തി പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പ്രേരണ, ഓപ്ഷൻ ബി നിർബന്ധം, ഓപ്ഷൻ സി വാശി. ശരിയുത്തരം ഓപ്ഷൻ ബി നിർബന്ധം. 29 ന്യായാധിപന്മാർ 14-18 എത്ര ചോദ്യങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3. ശരിയുത്തരം ഓപ്ഷൻ ബി 2. 30 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അദ്ധ്യായം വാക്യം. ഓപ്ഷൻ എ ന്യായാധിപന്മാർ 14-19, ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 14-18, ഓപ്ഷൻ സി ന്യായാധിപന്മാർ 14-20. ശരിയുത്തരം ഓപ്ഷൻ എ ന്യായാധിപന്മാർ 14-19. 31 സാംസൺ എവിടെ ചെന്നാണ് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഓപ്ഷൻ എ അഷ്കലോൺ, ഓപ്ഷൻ ബി തിമ്ന, ഓപ്ഷൻ സി ഗാസ. ശരിയുത്തരം ഓപ്ഷൻ എ അഷ്കലോൺ. 32 സാംസൺ എങ്ങനെയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത്? ഓപ്ഷൻ എ ദുഃഖിതനായി, ഓപ്ഷൻ ബി നിരാശനായി, ഓപ്ഷൻ സി കോപാക്രാന്തനായി. ശരിയുത്തരം ഓപ്ഷൻ സി കോപാക്രാന്തനായി. 33 ന്യായാധിപന്മാർ 14-18 സാംസൺ തൻ്റെ ഭാര്യയെ എന്തിനോടാണ് ഉപമിച്ചത്? ഓപ്ഷൻ എ പശുക്കിടാവ്, ഓപ്ഷൻ ബി ആട്ടിൻകുട്ടി, ഓപ്ഷൻ സി സിംഹക്കുട്ടി. ശരിയുത്തരം ഓപ്ഷൻ എ പശുക്കിടാവ്. 34 ന്യായാധിപന്മാർ 14-20 സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ അവൻ്റെ മണവാളത്തോഴൻ്റെ, ഓപ്ഷൻ ബി മറ്റൊരുവൻ്റെ, ഓപ്ഷൻ സി ഫിലിസ്ത്യൻ്റെ. ശരിയുത്തരം ഓപ്ഷൻ എ അവൻ്റെ മണവാളത്തോഴൻ്റെ. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും കർത്താവായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.